ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ബാക്കിയുള്ള തുണികൾ കൂടെ കാണിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ ബാക്കി. അപ്പോൾ ഇത് ഒരു വൈറ്റ് ടോപ്പാണ്. ഇത് ശരിക്കും ഫ്രോക്കായിട്ട് വേണമെങ്കിലും നമുക്കിടാം. നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ. നെക്കിൽ ഇങ്ങനെ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഇങ്ങനെ ഒരു നല്ല സ്ലീവാണ്. ബട്ടണും അതിൻ്റെ അറ്റത്ത് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലുണ്ട്. ഒരു നല്ലൊരു പുതിയൊരു പാറ്റേൺ ആയിട്ട് നെക്ക് ഇങ്ങനെ ഹൈ നെക്ക്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നല്ല കോട്ടൺ വൈറ്റ് മെറ്റീരിയലുള്ളത്. ഇത് ഫസ്റ്റ് വണ്. പിന്നെ ഇതാണ് നെക്സ്റ്റ്. ഇത് ഒരു നല്ലൊരു ടോപ്പാണ്. ഇതിപ്പോൾ നമുക്ക് ജീൻസിൻ്റെ ടോപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ഫോർമൽ പാൻറ്റിൻ്റെ ടോപ്പായിട്ടൊക്കെ നമുക്കിടാം. ഇതൊരു ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഷർട്ടുമാണ്. ബാക്കിൽ ഇങ്ങനെ സ്ലീവിൻ്റെ അറ്റത്തും ആ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇതെല്ലാം പ്രിൻ്റാണ്, എംബ്രോയ്ഡറി ഒന്നുമല്ല. ഇതാണ് അടുത്ത ടോപ്പ്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബോ പോലെ വെച്ചിട്ടുണ്ട്. ഇത് സ്കേർട്ടിനൊക്കെ ടോപ്പായിട്ട് ഇടാൻ നല്ല ഷോർട്ട് സ്ലീവായിട്ട്. ഇതൊരു നല്ല പ്രിൻ്റുള്ള സ്കേർട്ടിൻ്റെ ടോപ്പായിട്ടൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ഇന്ത്യൻ വെയറായിട്ടും ഇടാം, വെസ്റ്റേൺ വെയറായിട്ടും ഇടാം. പ്രിൻ്റുള്ള ഒരു സ്കേർട്ടിന് ടോപ്പാക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ സ്കേർട്ടിന് ഒരു ടോപ്പായിട്ട് ഇട്ടാലും നല്ലത്. നല്ലൊരു ക്രീം കളറാണ്. വിത്ത് കോളറാണ്, ഷോർട്ട് സ്ലീവാണ്. ഇതൊരു പാൻ്റാണ്. ഇത് ഒരു കോർഡറോയ് പാൻ്റാണ്. കോർഡറോയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ ഇങ്ങനെ ലൈൻസ്, സോഫ്റ്റ് ആയിട്ടുള്ള ലൈൻസ് വരുന്നതാണ് സെൽഫ് ഡിസൈന്. ഇത് കാഷ്വലായിട്ട് ഫോർമലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാൻ്റാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. എല്ലാ കളേഴ്സും ഇതിന് മാച്ച് ചെയ്യും ടോപ്പായിട്ട്. നല്ല ലൂസായിട്ടുള്ളൊരു പാൻറ്റിന് XXL സൈസാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതൊരു ഷർട്ടാണ്. ഇത് ഫുൾ ത്രെഡ് വർക്കാണ്, പ്രിൻ്റ് അല്ല, ഇത് വർക്കാണ്. ഹാഫ് സ്ലീവ് ആയിട്ടുള്ളത്. ഒരു റെഡ് കളർ, ഓഫ് വൈറ്റിൽ റെഡ് കളർ. ഇത് ക്രിസ്മസ് തീമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രിൻറ്റും കളറും എല്ലാം അതിന് അതേപോലുള്ളൊരു ഇതാണ്. ഈ ഫുൾ എംബ്രോയ്ഡറി നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. പിന്നെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. പിങ്ക് ആൻഡ് വൈറ്റ് തിൻ സ്ട്രൈപ്സിൻ്റെ രണ്ട് സൈഡിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പോക്കറ്റൊക്കെ ഉണ്ട്. കാണാമല്ലോ, നല്ലൊരു സ്പെഷ്യൽ പോക്കറ്റാണ്. പിന്നെ കൈയാണെങ്കിൽ ഷോർട്ട് സ്ലീവാണ്, ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്ന പോലെ. സെപ്പറേറ്റ് സ്ലീവ് അല്ല, ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഒരു ഡെനിം സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് സ്കേർട്ടും ഒക്കെ. നല്ലൊരു പ്ലസൻറ്റ് കളറാണ്. ഇതൊരു യെല്ലോ ടോപ്പാണ്. ഷർട്ടാണ്, ഷർട്ട് കോളറാണ്. സ്ലീവ് ഇങ്ങനെ ഇങ്ങനെ ഒരു പടി പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ടുള്ളൊരു ഷർട്ടാണ്. ബാക്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈനാണ്. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഒരു ലൂപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ഒരു പുതിയ ഡിസൈനായിട്ട് എനിക്ക് തോന്നി കണ്ടിട്ട്. ഇതിൻ്റെ ഫിറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ലൂസായിട്ടുള്ളൊരു ഷർട്ടാണ്. ഇത് ക്രോപ്പ് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ കൂടെ വേണമെങ്കിലും ഇവിടെ അത്ര ഇറക്കക്കുറവില്ല. കളർ നല്ലൊരു കളറാണ്, പ്ലസൻറ്റ് യെല്ലോ കളറാണ്. അടുത്തൊരു പക്ക, ഇതൊരു ഫുൾ ഇന്ത്യൻ സ്റ്റൈൽ കുർത്തിയാണ്.
ഇതൊരു നോർമൽ കുർത്തി, അതിൻ്റെ ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എംബ്രോയിഡറി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ 2 സൈഡിലായിട്ട് അതൊരു സിൽവർ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനും പിന്നെ ഒരു മെറൂൺ ഒരു കോമ്പിനേഷനോടാണ് വന്നിരിക്കുന്നത്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ടോപ്പിലും താഴെയും 2 സൈഡിലായിട്ട് വന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ സ്ലീവ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒരു പടിയൊക്കെ കൊടുത്തിട്ടുള്ള സ്ലീവും ഇതുപോലെ ചുരുക്കൊക്കെ ഉണ്ട്, പടിയൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ നല്ലൊരു ഗ്രീൻ കളറുമാണിത്. ഇത് നമുക്കൊരു ജീൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അല്ലാതൊരു കോട്ട് സെറ്റായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് കൂടെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു കളറാണ്. ബാക്കിൽ ഡിസൈൻ ഒന്നുമില്ല. ഇതാണ് അടുത്തൊരു ടോപ്പ്. ഇതൊരു ജീൻസിനൊക്കെ ഇടാൻ പറ്റും, നല്ല സ്കേർട്ടിനൊക്കെ ഇടാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പാണ്. നമ്മുടെ കോളറൊക്കെ കൊടുത്ത് നല്ലൊരു സ്ലീവൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബട്ടനൊക്കെ ഉള്ള സ്ലീവാണിത്. ഇതിന് ഫ്രണ്ടിൽ കോളറുണ്ട്. പിന്നെ ഫ്രണ്ടിൽ യോക്കിൻ്റെ അവിടെ ഫുൾ ഗോൾഡൻ വർക്കാണ് ചെയ്തേക്കുന്നത്. അത് ഈ പ്രിൻറ്റിലും ഒരു ഗോൾഡൻ യെല്ലോ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അനുസരിച്ചുള്ള ഡിസൈനിന് മാച്ച് ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ഫ്രണ്ടിൽ യോക്കിൽ എംബ്രോയിഡറി കൊടുത്തേക്കുന്നത്. കൈ ഇങ്ങനെ, ബാക്കിൽ ഡിസൈൻ ഒന്നുമില്ല. പിന്നെ യോക്കിൻ്റെ താഴെ ഇങ്ങനെ ചുരുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിൻറ്റും ഈ എംബ്രോയിഡറിയും തമ്മിൽ സെയിം ടൈപ്പ് ആ ഒരു ഡിസൈന് ഒരേപോലെ ഇരിക്കുന്നു. ഇതൊരു ഫ്രോക്കാണ്. കണ്ടാൽ ചെറുതാന്ന് തോന്നും, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റാണ് എൻ്റെ സൈസൊക്കെ. ഇത് മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു ഫ്രോക്കാണിത്. ഇതും പിന്നെ കോളറൊക്കെ ഉണ്ട്. പിന്നെ കൈ ഇങ്ങനെ ഷോർട്ട് സ്ലീവും പിന്നെ പടി പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചുരുക്ക് പോലെ 2 സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി നല്ല ഫിറ്റായിട്ടിരിക്കുന്ന പോലെ. പിന്നെ ഇങ്ങനെ ഇവിടെ താഴെ വരെ ബട്ടൺ, താഴെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. നല്ല ഭംഗി ഇട്ട് കാണാനും. ഇത് ഫ്രോക്കായിട്ട് ഇടാം, പിന്നെ അല്ലെങ്കിൽ ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഒരു പാൻറ്റോ പലാസോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ ടോപ്പായിട്ട് ഇടാം. ഇതൊരു നേവി ബ്ലൂ ബ്രൗൺ ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ്. പിന്നെ പോക്കറ്റും ഉണ്ട് ഇതിന്, സൈഡിൽ പോക്കറ്റ്സും ഉണ്ട്. നല്ലൊരു പെർഫെക്റ്റ് വെയറാണിത്. നമുക്ക് എളുപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാനൊക്കെ നല്ല. ഇതും അതുപോലെ ഒരു ടോപ്പാണ്, പ്യുവർ കോട്ടൺ, എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഇതാണ്. കയ്യിലും 2 കയ്യിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. ബാക്കിൽ എംബ്രോയിഡറി ഒന്നുമില്ല. ഇതിപ്പോൾ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ കട്ട് വർക്ക് അല്ല, ഇത് ലേസും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ക്ലോസ് ആയിട്ട് വേണേൽ കാണിച്ചു. യോക്കിൻ്റെ അവിടെ ഒരു ലേസും വന്നിട്ടുണ്ട്. പിന്നെ ഒരു കോളർ കൊടുത്തിട്ടുണ്ട്. ഇത് സ്കേർട്ടിന് ടോപ്പായിട്ട് ഇടാം, അല്ലെങ്കിൽ പാൻറ്റിന് ടോപ്പായിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. എല്ലാം നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ കൊള്ളാവുന്ന മെറ്റീരിയലാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇനിയും കുറച്ച് പാൻറ്റുകൾ കാണിക്കും ഞാൻ. ഇതൊരു നല്ല യെല്ലോ കളറാണ്. അതിൻ്റെ താഴെ ഇതുപോലെ ഒരു എംബ്രോയിഡറി കൊടുത്തേക്കും, വൈറ്റ് എംബ്രോയിഡറി, അറ്റത്തിങ്ങനെ സ്കാലപ്പ് ഡിസൈനിലുള്ള. ഇത് പ്ലെയിൻ ടോപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ, ഏത് കളേഴ്സ് ആണെങ്കിലും പ്ലെയിൻ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതൊരു ഷിമ്മറിങ് ഇതാണ്, പാൻ്റാണ്. ഒരു എന്താ പറയുക, മെറൂണോ റെഡോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് കളർ വേണമെങ്കിൽ ക്ലോസ് ആയിട്ട് കാണിച്ചു. അതും ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലൊരു ഷിമ്മറിങ് ഡിസൈനാണ്. നല്ല ലൂസ് പാൻ്റാണ്, വിത്ത് ലൈനിങ് ആണ് ഈ പാൻറ് വന്നിരിക്കുന്നത്. ഇത്രയും ലൂസാണ്. അപ്പോൾ ഇതൊരു സെമി കാഷ്വൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാർട്ടി വെയർ ആ ഒരു രീതിയിൽ ഇടാൻ പറ്റുന്നതാണ്. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പാൻ്റാണിത്. ഇത് ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ബട്ടൺ വിത്ത് സിപ്പാണ് കൊടുത്തിരിക്കുന്നത്. കിട്ടുന്നില്ലേ? വിത്ത്
പോക്കറ്റ്സ് ആണ്. റെഡിമെയ്ഡ് പാൻറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോക്കറ്റൊക്കെ നമുക്ക് കാണും. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വെക്കാറില്ലല്ലോ. ഇതും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. നല്ല ലൂസ് പാൻറ്റാണ്. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. താഴെ കൂടുതൽ എംബ്രോയ്ഡറി, മുകളിലോട്ട് ചെറിയ ഡോട്ട്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. താഴെ കൂടുതൽ എംബ്രോയ്ഡറി ഉണ്ട്. ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് പല ഡ്രസ്സിനും പാൻറ്റായിട്ട് ഇടാൻ പറ്റും. ഓഫ് വൈറ്റ്, വൈറ്റ് എന്നൊക്കെ പറയുന്നു. ഇതൊരു പീച്ച് കളർ പാൻറ്റാണ്. ഇതൊരു ശരിക്കും ഒരു സ്കേർട്ട് ലുക്കാണ്. ഇത് ലൈനിങ്ങും ഉണ്ട്. പിന്നെ ഒരു അനാർക്കലി സ്റ്റൈൽ. ഇതിൻ്റെ പല പീസസ് ജോയിൻ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഇത്രയും വീതിയുണ്ട് അടിയിലോട്ട് വരുന്നത്. ഒരു സ്കേർട്ട് മോഡലാണെങ്കിൽ പറയാം. ഇതിന് ഒരു പീച്ച് കളറിൽ ഒരു സിൽവർ ലൈൻസ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്ലെയിൻ ടോപ്പിന് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ ഇടാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇലാസ്റ്റിക്കാണ്. ഫ്രണ്ടിലും ബാക്കിലും. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട്. ഇതും വിത്ത് പോക്കറ്റ്സ് ആണ് വന്നിരിക്കുന്നത് സൈഡിൽ. അടുത്ത അതുപോലൊരു പാൻറ്. ഇതൊരു ക്രീം കളറ്. ഇതിന് സൈഡിൽ കൂടാണ് ഒരു ലേസ് വെച്ചിരിക്കുന്നത്. സൈഡിലുള്ള ലേസ് കാണാം. സൈഡിൽ ലേസ് ഉണ്ട്. പിന്നെ ബാക്കിൽ പോക്കറ്റ് ഉണ്ട്. സൈഡിലല്ല, ബാക്കിലാണ് പോക്കറ്റ്. ഇതും പലാസോ ടൈപ്പാണ്. നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ്. ഇതൊരു ഷർട്ടാണ്. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഫുൾ സ്ലീവ് ഷർട്ട്. പക്ഷേ നല്ലൊരു പ്രിൻറ്റും ചെറിയ പോക്കറ്റൊക്കെ ഉണ്ട്. നമുക്കൊരു കോട്ടായിട്ട് വേണമെങ്കിലും ഇടാം. ഇങ്ങനെ പോക്കറ്റൊക്കെ ഉണ്ട്. ഇതൊരു ഓവർ കോട്ടായിട്ട് ഇട്ടിട്ട് അകത്ത് നമ്മൾ വൈറ്റോ ബ്ലാക്ക്, ഇനി ഏതിലൊരു കളറിലുള്ള ഇന്നർ ഇട്ടാലും നല്ലതായിരിക്കും. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ശരിക്കും ആ ഒരു കോട്ട് മോഡലായിട്ട് യൂസ് ചെയ്യാൻ നല്ലത്. ബാക്കിൽ ഇങ്ങനെ തന്നെ ഡിസൈൻ സെയിം. എംബ്രോയിഡറി ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ. ഷർട്ടാണ്. ഇത് ശരിക്കും ഒരു നൈറ്റ് വെയർ ആണ്. പക്ഷെ ഞാനിത് നമുക്ക് പുറത്തിടാവുന്ന ഒരു ഷർട്ടായിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചത്. ഫുൾ ഇങ്ങനെ കാർട്ടൂണിൻ്റെ പടങ്ങളാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ. ഫുൾ സ്ലീവിങ്. നമുക്ക് ഏത് ഒരു ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ഫുൾ കുറേ കളേഴ്സ് ഉണ്ട്. കുറേ കളേഴ്സും പിക്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു പാൻറ്റുള്ളത്, ഇതൊരു പാർട്ടി വെയർ ടൈപ്പ് പാൻറ്റാണ്. ഇത് ഇതുപോലെ ഫ്രണ്ടും ബാക്ക് ഇലാസ്റ്റിക്. ഫ്രണ്ട് ഇങ്ങനെ ഉണ്ട്. താഴെ ഇതുപോലെ എംബ്രോയിഡറി ചേർക്കുന്നത് ഗോൾഡൻ കളറിൽ കാണാം. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കുറച്ച് ഷൈനിങ് ആയിട്ടുള്ളതാണ്. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു വെറും നോർമൽ പാൻറ്റാണ്. 3-4 കളേഴ്സാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ചേരുന്ന കളേഴ്സിൻ്റെ ടോപ്പിൻ്റെ കൂടെ നമുക്കിടാം. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ട്രൈപ്സ് ആണ്. ഇതുപോലെ പലാസോ ആണ്. എല്ലാം പലാസോ പാൻറ്റുകളാണ്. പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ പാൻറ്. പാൻറ്റല്ല, പലാസോ. അറ്റത്ത് ഇതുപോലെ സ്കാലപ്പ് ചെയ്തേക്കുന്ന എംബ്രോയിഡറി. വൈറ്റിൽ കുറച്ച് സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ ഇലാസ്റ്റിക് ആയത്. ഇത് ഫോർമൽസ് ആയിട്ടും അല്ലേ നമുക്കൊരു ഫങ്ഷൻ ആയാലും ഇതിടാൻ പറ്റുന്നതാണ്. നല്ല വൈറ്റ് ടോപ്പൊക്കെ ഇട്ടിട്ട്. ഇതൊരു ഫ്രോക്കാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഫ്രോക്ക്. ഫുൾ ചെക്സാണ്. കോളർ ഇതുപോലെ ഷർട്ട് കോളർ. സ്ലീവ് ഇതുപോലെ ഷോർട്ട് സ്ലീവ്. ഇത് ഫുൾ ഇലാസ്റ്റിക്കാണ്. വേസ്റ്റിൻ്റെ അവിടെ ചുറ്റിലും ഇലാസ്റ്റിക്കാണ്. സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. നമ്മുടെ മുട്ടിൻ്റെ താഴെ കിടക്കും. ഫുൾ ഫ്രണ്ട് ഫുള്ള് ബട്ടണ്. താഴെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ബട്ടൺ കഴിഞ്ഞിട്ട്.
നല്ല കളർ കോമ്പിനേഷനാണ്, നല്ല പിങ്ക്, ഗ്രേ, ബ്ലൂ, നല്ലൊരു കളർ കോമ്പിനേഷൻ. ഇത് ഫ്രോക്കായിട്ട് ഇടാം, അടി പാൻറ് ഇട്ടിട്ട് ഒരു പാൻറ് ടോപ്പ് സ്റ്റൈലിൽ വേണമെങ്കിലും ഇടാം. ഇതൊരു ഷർട്ടാണ്, ഇത് ശരിക്കും ഒരു ഫോർമൽ ഷർട്ട് തന്നെ, ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഫോർമൽ ഷർട്ടായിട്ട്. ഇത് ഫുൾ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് ഇതിലെല്ലാം. ഗ്രീൻ, ക്രീമിൽ ഗ്രീൻ കളർ, ഒലീവ് ഗ്രീൻ ആണ് ഷർട്ടിൻ്റെ ഇതിങ്ങനെ. എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്കിൽ ഡിസൈൻ ഒന്നുമില്ല. നല്ലൊരു കളർ കോമ്പിനേഷൻ, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇതൊരു പ്ലെയിൻ ബ്ലാക്ക്, പക്ഷേ ഇതൊരു എംബ്രോയ്ഡറി പോലുള്ള ഒരു ഹക്കോബ ടൈപ്പ് മെറ്റീരിയലാണ്. ബ്ലാക്കിൻ്റെ ലൈനിങ് ഉണ്ട്, പലാസോ ആണ്, താഴെ വരെ ലൈനിങ് ഉണ്ട്. ഇതിന് നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ. തിക്കെന്ന് പറഞ്ഞാൽ ലൈനിങ് വെച്ച് കഴിഞ്ഞുകൊണ്ട് നല്ല തിക്കാണ്, ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഫുൾ ഇലാസ്റ്റിക്കുമാണ്. അപ്പം ഇത്രയാണ് ബാക്കിയുള്ള കാണിക്കാനുണ്ടായിരുന്ന ഇപ്രാവശ്യത്തെ ഷോപ്പിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പം ഈ ഡ്രസ്സുകളൊക്കെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കൂടുതൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ.